എൻ്റെ അമ്മോ, ഈ വിവാഹമാമാങ്കം കഴിഞ്ഞില്ലേ? 800-ലധികം VVIPകൾ, ലോകത്തെ എണ്ണം പറഞ്ഞ പാചക വിദഗ്ധർ, വലിയ കിടപ്പുമുറികൾ. മെയ് 29-ന് ഇറ്റലിയുടെ തീരത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ 4380 കിലോമീറ്റർ സഞ്ചരിച്ച് ജൂൺ 1-ന് ഫ്രാൻസിന്റെ തീരം തൊടുമ്പോൾ അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിവാഹാഘോഷങ്ങളിൽ ഒന്നായി മാറുകയാണ്. അനന്ത് അംബാനിയുടെ പ്രീ വെഡ്ഡിംഗ് പാർട്ടിയാണ് ആഡംബര ക്രൂയിസ് മിസൈലിൽ വിസ്മയ യാത്രയായി മാറുന്നത്. തൻ്റെ മകന്റെ വിവാഹം ലോകം ഒരിക്കലും മറക്കരുതെന്ന വാശിയിൽ തന്നെയാണ് മുകേഷ് അംബാനിയും നിത അംബാനിയും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ആഡംബരത്തിന്റെ അവസാന വാക്കാണ് എപ്പോഴും അംബാനി കുടുംബത്തിലെ ആഘോഷങ്ങൾ. മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയും രാധിക മർച്ചന്റുമായുള്ള വിവാഹത്തിന് മുന്നോടിയായി ജാംനഗറിൽ നടന്ന പ്രീ വെഡ്ഡിംഗ് ഇവന്റ് ലോകശ്രദ്ധ ആകർഷിച്ചത് ഈ അത്യാഡംബരം കൊണ്ടുതന്നെയാണ്. ആഘോഷത്തിന്റെ 2ാം പതിപ്പാണ് കപ്പൽ യാത്രയിൽ അരങ്ങേറുന്നത്. 2024 ജൂലൈ 12-ന് ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലാണ് ലോകം കാത്തിരിക്കുന്ന ആ വിവാഹം. 3 ദിവസം നീളുന്ന ആഘോഷങ്ങളാണ് വിവാഹത്തോടനുബന്ധിച്ച് നടക്കുക. കപ്പൽ നിറയെ നക്ഷത്രങ്ങൾ. സൽമാൻ ഖാൻ, രൺബീർ കപൂർ, ആലിയ ഭട്ട്, രൺവീർ സിംഗ് തുടങ്ങി ബോളിവുഡിലെ താര നക്ഷത്രങ്ങളെല്ലാം തന്നെ ഈ കപ്പൽ യാത്രയുടെ ഭാഗമായിട്ടുണ്ട്. സിനിമാ താരങ്ങൾ, വ്യവസായ പ്രമുഖർ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ അതിഥികളുടെ പട്ടികയിൽ. 800 അതിഥികളാണ് ഇറ്റലിയിൽ നിന്ന് ഫ്രാൻസിന്റെ തെക്കൻ തീരത്തേക്ക് പുറപ്പെട്ട കപ്പലിൽ യാത്ര ചെയ്യുന്നത്. 600 സ്റ്റാഫുകളാണ് അതിഥികളെ സ്വീകരിക്കാനായി കപ്പലിലുള്ളത്. അതിഥികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ആവശ്യപ്പെടുന്ന ഭക്ഷണവും പാചകം ചെയ്ത് നൽകാൻ ലോകത്തെ ഏറ്റവും മികച്ച പാചക വിദഗ്ധരെയാണ് കപ്പലിൽ എത്തിച്ചിരിക്കുന്നതും. ഇറ്റാലിയൻ, തായ്, മെക്സിക്കൻ, ഫ്രഞ്ച്, ജാപ്പനീസ്, ഗുജറാത്തി, നോർത്ത് ഇന്ത്യൻ ഉൾപ്പെടെയുള്ള എല്ലാത്തരം ഭക്ഷണ വൈവിധ്യങ്ങളും കപ്പലിൽ ഒരുക്കിയിട്ടുണ്ട്. ആകാശ് അംബാനിയുടെ മകളായ വേദയുടെ ജന്മദിനാഘോഷവും ഈ കപ്പൽ യാത്രക്കിടെ നടക്കും. ക്രീം സലാഡുകൾ, ചീസി പിസകൾ, ഫ്രെഡ് സീ ഫുഡ്, പാസ്ത എന്നിവയടങ്ങുന്ന ഇറ്റാലിയൻ വിഭവങ്ങളായിരുന്നു യാത്രയുടെ ആദ്യ ദിനത്തിലെ പ്രധാന ആകർഷണം. ആദ്യ ദിവസത്തിലെ തന്നെ രാത്രി ഇവന്റായ ഓൺ ബോർഡ് അറ്റ് സീയിൽ ഷാംപെയിനാണ് പ്രധാനം. റോമൻ ഹോളിഡേ തീമിലാണ് 2ാമത്തെ ദിവസത്തെ ആഘോഷങ്ങൾ നടന്നത്. ഓരോ നേരത്തും കപ്പലിൽ നടക്കുന്ന ആഘോഷങ്ങൾക്ക് പ്രത്യേക തീമിലുള്ള വസ്ത്രങ്ങളാണ്. അതിഥികളുടെ സ്വകാര്യത ഉറപ്പാക്കാൻ യാത്രയിൽ മൊബൈൽ ഫോൺ കർശനമായി നിരോധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇറ്റലിയിലെ പലേർമോയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ പ്രധാന തീരങ്ങളിൽ നങ്കൂരമിടുകയും ചെയ്യുന്നുണ്ട്. റോം, കാനീസ്, പെർട്ടോഫിനോ എന്നീ നഗരങ്ങളിലാണ് കപ്പൽ നങ്കൂരമിടുക. കാനിലെ മാസ്കുറേഡ് ബോളിൽ നടക്കുന്ന ആഘോഷത്തിൽ ലോകപ്രശസ്ത ഗായിക കാറ്റി പെറി സംഗീത പരിപാടി അവതരിപ്പിക്കുന്നുമുണ്ട്. വിവിധ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി കാറ്റി പെറി വാങ്ങിയത് ഏകദേശം 424 കോടിയോളം രൂപ. ഇതോടെ പ്രീ വെഡിംഗ് ആഘോഷങ്ങൾക്കായി അംബാനി കുടുംബം ചെലവഴിക്കുന്ന തുകയെക്കുറിച്ചുള്ള ആകാംക്ഷയും ഉയരുകയാണ്. വിവാഹത്തിന് മുൻപ് തന്നെ കോടിക്കണക്കിന് രൂപയാണ് അവർ മുടക്കിയിരിക്കുന്നത്. നേരത്തെ പ്രീ വെഡിംഗ് ആഘോഷങ്ങളുടെ 1ാം ഘട്ടത്തിൽ അംബാനി കുടുംബം വമ്പൻ പണം മുടക്കിയാണ് ഗുജറാത്തിലെ ജാംനഗറിൽ സംഘടിപ്പിച്ചത്. ഈ ചടങ്ങുകൾക്ക് ഏകദേശം 1250 കോടി ചെലവായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ ഈ വർഷത്തെ ഏറ്റവും ചിലവേറിയ വിവാഹങ്ങളിലൊന്നായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. ആദ്യഘട്ട പരിപാടിയിൽ ബിൽഗേറ്റ്സും മാർക്ക് സക്കർബർഗും അടക്കമുള്ളവർ ആഘോഷങ്ങൾക്കായി എത്തിയിരുന്നു. ഇതിന് പിന്നാലെ സെലിബ്രിറ്റികൾക്കെല്ലാം ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും പരിപാടികൾ അവതരിപ്പിക്കുന്നതിനും കോടിക്കണക്കിന് രൂപ പ്രതിഫലം നൽകിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതിനെ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ 2ാം ഘട്ട ആഘോഷങ്ങളിലും സമാനമായ സെലിബ്രിറ്റികളുടെ പ്രതിഫല തുകയെക്കുറിച്ച് വാർത്തകൾ പുറത്തുവരുന്നത്.